ഇവിടെ എവിടെയോ ആണ്. ജീവൻ ചേട്ടന്റെ വീട് ഈ പരിസരത്താണ്. സ്റ്റാർ ലൈൻ അല്ലേ? ഇവിടെ എവിടെയാണ്? അതെ, 2 കുട്ടികൾ നിൽക്കുന്നുണ്ടല്ലോ. അവരോട് മക്കളെ, ഈ ജീവൻ പിപ്പിയുടെ വീട് ഏതാണ്? ഇത് തന്നെയാ വീട്. ഞങ്ങളുടെ കുട്ടികളാ. എന്താ കാര്യം? അവരിവിടെ ഉണ്ടോ? ഞങ്ങൾക്കൊന്ന് കാണണം. അച്ഛനോടെ ഇല്ല, അമ്മയുണ്ട്. വീട്ടിലേക്ക് വരൂ. ആരാ? ഞങ്ങൾ നിങ്ങളെ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. അതെ അല്ലേ? ജീവൻ ചേട്ടൻ പുറത്തേക്ക് പോയിക്കണം. കേറി വരൂ. ഓക്കെ. ഏതായാലും ഞാൻ ജീവൻ ചേട്ടനെ വിളിച്ചു നോക്കട്ടെ. ഹലോ, ജീവൻ ചേട്ടാ, കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇവിടെ പ്രോഗ്രാമിന് ക്ഷണിക്കാനായിട്ടേ. അപ്പൊ ചേട്ടനെ എപ്പ എത്തും? വന്നോണ്ടിരിക്കണേണോ? വേഗം എത്തട്ടാ. ശരി. ജീവൻ ചേട്ടൻ ഇപ്പൊ എത്തോട്ടാ. അല്ലല്ല, ഇരിക്കേ. പക്ഷെ എവിടെയൊക്കെ കണ്ടു പരിചയമുള്ളൊരു മുഖം പോലെ തോന്നണുണ്ട്. കാണാൻ വഴിയുണ്ട്. ഞങ്ങള് ഇവിടെ തന്നെ ഈ പരിസരത്തൊക്കെ തന്നെ ഉള്ളവരാണ്. ഞങ്ങള് എന്താ കാര്യം? എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ 2 പേരെയാണ് ക്ഷണിക്കുന്നതിനായിട്ടാണ്. എന്താ? കാണാനല്ല, ക്ഷണിക്കാൻ വേണ്ടി. ഇത്തവണത്തെ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് ഞങ്ങളൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത്തവണത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നിങ്ങളെയാണ് ഞങ്ങളുടെ ആ ഒരു കോർ ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഈ നാട്ടിൻപുറത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് പിപ്പീസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ നിങ്ങൾ തന്നെ മതിയെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോ 27-ാം തീയതിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിനായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എത്ര മണിക്കാണ് സമയം? 27-ാം തീയതി 3 മണിക്കാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തന മേഖലകൾ? ഞങ്ങൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ചെറായി മ്യൂസിക് വൈബ് എന്നൊരു മ്യൂസിക്കൽ ട്രൂപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ചെറായി പള്ളിപ്പുറം റോഡിന്റെ ഡിസ്പെൻസർ എന്ന സ്റ്റോപ്പിലാണ് ആ സ്ഥാപനം നിലകൊള്ളുക. കഴിഞ്ഞ 1 വർഷമായിട്ട് അവിടെ ഒരു മ്യൂസിക്കൽ പ്രാക്ടീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. കരോക്കയിൽ മ്യൂസിക് പരിശീലനം കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു സ്ഥാപനമാണത്. നമ്മളുടെ ഈ മേഖലകളിൽ ഒരു വേദിയിൽ കയറി ഒരു ഗാനം ആലപിക്കാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻസും അവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം കഴിയാവുന്ന തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ വ്യാപൃതരാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ ഈ ചെറായി മേഖലയിൽ അറിയപ്പെടുന്ന അഥർവെന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളാൽ കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ പറവൂർ മേഖലയിലുള്ള ഏതാനും ചിലർക്കും ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പ്രവർത്തിച്ചു പോകുന്ന ചെറായി മ്യൂസിക് വൈബിന്റെ ഇത്തവണത്തെ വിഷു ഈസ്റ്റർ പ്രമാണിച്ചുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. ഏപ്രിൽ 27-ാം തീയതി ഞായറാഴ്ച ഡിസ്പെൻസറി സ്റ്റോപ്പിലെ CMV സ്ക്വയറിൽ വെച്ചിട്ടാണ് നടത്തുക. ഞായറാഴ്ച 3 മണിക്ക് ആരംഭിക്കുന്ന ആ മ്യൂസിക്കൽ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തവണ CMVയുടെ ധനശേഖരാർത്ഥം ഞങ്ങളൊരു കൂപ്പൺ അടിച്ചിറക്കിയിട്ടുണ്ട്. 7ഓളം സമ്മാനങ്ങൾ ഞങ്ങൾ അതിൽ നൽകുന്നുണ്ട്. കൂടാതെ ഈ വർഷത്തെ വൈപ്പിനൊപ്പ് ജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നിവിയ തെരേസ എന്ന വിദ്യാർത്ഥിക്ക് CMVയുടെ പേരിൽ ഒരു ക്യാഷ് അവാർഡ് നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. കാരണം ഈ വരുന്ന 27-ാം തീയതി, അതായത് ഏപ്രിൽ 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന CMVയുടെ ഈ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെയും ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും.